ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21 ദിവസത്തേക്ക് ഞാൻ തരുന്ന ഒരു വർക്കൗട്ട് ചലഞ്ചാണ്. നിങ്ങൾ ഇത് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റ് ആണ്. നിങ്ങൾ 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ വ്യായാമങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. അതും വെറും 10 മിനിറ്റ്. ഈ ഒരു വ്യായാമം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളുടെ മസിൽസും അതേപോലെ തന്നെ നിങ്ങളുടെ വയറിൻ്റെ ഒരു ഫാറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കും. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായമായവർക്കും എല്ലാം ഒരേപോലെ ചെയ്യാവുന്ന വ്യായാമമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ വ്യായാമം ചെയ്യാനുള്ള ഒരു സ്പേസ് കണ്ടെത്തിയാൽ മാത്രം മതി. ഓക്കെ, ഒരുപാട് സ്ഥലങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്യുപ്മെൻസുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. വെറും 10 മിനിറ്റ് നിങ്ങൾ എന്നോടൊപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യൂ. അത് 21 ദിവസം. ഓക്കെ, നിങ്ങൾ 21 ദിവസം ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോവാം. 10 മിനിറ്റ് 21 ദിവസത്തെ വർക്കൗട്ട്. ഓക്കെ, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ട്, നിങ്ങൾ സ്റ്റാൻഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് നിൽക്കാം. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിങ്ങൾക്ക് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം, മുകളിലോട്ട് അപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ നിൽക്കുന്ന പൊസിഷൻ. അതിനുശേഷം ഞാനിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ കൂടെ കൂടിക്കോളൂ. 21 ദിവസം നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്തോളൂ. ഓക്കെ, അപ്പം ഈ കാല് പതുക്കെ പോവുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. അതിനുശേഷം നിങ്ങൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. 5 സെക്കൻഡ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ സെക്കൻഡ് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ വിത്ത് ഷോൾഡറിൽ നിങ്ങളുടെ കാലുകൾ വെക്കുക. ഇതേപോലെ ഞാൻ ഈ വെച്ചേക്കുന്ന കണക്ക് നിങ്ങൾക്ക് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈ മുകളിലോട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട്, ഓക്കെ, ഇതേ കണക്ക് വെക്കുക. അതിനുശേഷം സ്ക്വാട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് സ്ക്വാട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ തേർഡ് വർക്കൗട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ തേർഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ നിൽക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന കണക്ക്. ഓക്കെ, നിങ്ങളുടെ കൈകൾ മുകളിലോട്ട് ഉയർത്തുന്നു ഇതേപോലെ. അതിനുശേഷം നോക്കിക്കൊള്ളുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. 5 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നമ്മുടെ അടുത്ത വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ കാലുകൾ ഇതേപോലെ അകത്തി വെക്കുക. ഞാൻ ഈ വെച്ചിരിക്കുന്ന കണക്ക് ഇത്രമാത്രം നിങ്ങൾക്ക് അകത്തി വെക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ. കൈകൾ നിങ്ങൾ സ്ട്രൈറ്റ് ആക്കി പിടിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. 1 സുമോ സ്ക്വാട്ട്, 2 അടിപൊളി വ്യായാമമാണ്, 3 4
താഴോട്ട് വരുമ്പോൾ താഴോട്ടിരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇപ്പോൾ നമ്മൾ ചെയ്ത വ്യായാമം സുമോ സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. നിങ്ങളുടെ കാലുകളുടെ ഇന്നർ ഭാഗം, ഇന്നർ തൈസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കും, ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും, ഗ്ലൂട്ട് മസിലിൻ്റെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പം നിങ്ങൾ അതിനുശേഷം 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഞാൻ ഈ നിൽക്കാം, കൈ ഇതേപോലെ വെക്കുക. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വൺ സൈഡിൽ 10 ചെയ്തു. അതിനുശേഷം അടുത്ത സൈഡിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. രണ്ട് സൈഡിലും 10 വെച്ച് ചെയ്തിട്ടുണ്ട്. 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് കാല് അല്പം വൈഡ് ചെയ്ത് വെക്കുക. ഞാൻ ഈ നിൽക്കുന്ന കണക്ക്. ഓക്കെ, അതിനുശേഷം സൈഡ് സ്ക്വാട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. നമ്മൾ 14 എണ്ണം സൈഡ് സ്ക്വാട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാലുകൾക്ക് നല്ല എക്സസൈസ് ആണ്. നമ്മുടെ ഇന്നർ തൈയും ഗ്ലൂട്ട് മസിലും ഹാംസ്ട്രിങ് മസിലും എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അടുത്ത വ്യായാമം എന്ന് പറയുന്നത് ബട്ട് കിക്ക് ആണ്. ബട്ട് കിക്ക് നിങ്ങൾ ഇതേപോലെ ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ പിടിക്കാം. 1, മാക്സിമം കാല് സ്ട്രെച്ചായി നമ്മുടെ ആ ഒരു ഗ്ലൂട്ട്സിനോട് അടുത്ത് വരണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4. ബട്ട് കിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സൈഡ് ട്വിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ നിൽക്കുക. ഞാൻ ഈ നിൽക്കുന്ന കണക്ക്. അതിനുശേഷം നിങ്ങളുടെ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക സൈഡിലോട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. നിങ്ങളുടെ ഒബ്ലിക്സ് മസിൽ, ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് സഹായിക്കും, ഫാറ്റ് ലോസിന് സഹായിക്കും. ഫ്രണ്ട്സ്, അപ്പം 5 സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലോട്ട് നമുക്ക് പോകാം. ഫൈനൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ ഇതേപോലെ വൈഡ് ആക്കിയിട്ട് നിൽക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നതാണത് ഒരു ഹോട്ട് സ്റ്റാൻസ് പൊസിഷൻ എന്ന് പറയും. ഇതേ കണക്ക് നിങ്ങൾക്ക് നിൽക്കാം. ഓക്കെ, എന്നതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. 1, 2, 3, 4, 5,
6 7 8. ഓക്കെ, അതിനുശേഷം അടുത്ത സൈഡിലോട്ട് 1 2 3 4 5 6 7 8. ഓക്കെ, ഇത് അല്പം ടഫാണ്, പക്ഷേ നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്തും നല്ല രീതിയിൽ വർദ്ധിക്കും. അതിനൊക്കെ തന്നെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒബ്ലിക്സ് ഭാഗത്തിനൊക്കെ നല്ല എക്സസൈസ് ആണ്. തുടക്കത്തിൽ ചെയ്യാൻ പാടായിരിക്കും, പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം നമ്മുടെ ഫൈനൽ വർക്കൗട്ട്. ഫൈനൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ ഹോട്ട് സ്റ്റാൻസിൻ്റെ പൊസിഷനിൽ നമ്മളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്ന സമയത്തോളം നിൽക്കുക. ഓക്കെ, കാല് വൈഡ് ചെയ്യുക, അതിനുശേഷം പതുക്കെ സാവധാനം താഴ്ത്തി വരിക, ബോഡി സ്ട്രെയിറ്റ് ആക്കുക, ഹോൾഡ് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ്. ഇന്നേക്ക് 21 ദിവസം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഈ ചെയ്യുന്നതിനോട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇത് അത്രയ്ക്ക് ടഫായിട്ടുള്ള വർക്കൗട്ടുകളൊന്നുമല്ല. നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയോളൂ, നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ഓരോ ദിവസവും ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ